എന്നും ഉണർവാണ്, എന്നും പ്രസക്തിയുള്ളതും ആണ്. പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞത് തന്നെ വഅർസൽനാക ലിന്നാസി റസൂല, ജനങ്ങൾക്ക് അയക്കപ്പെട്ട നിയോഗിച്ചയക്കപ്പെട്ട ദൂതരായി അങ്ങയെ നാം അയച്ചിരിക്കുന്നു. ഇന്ന കാലത്തുള്ള ജനങ്ങളെന്നോ ഇന്ന ജനവിഭാഗമെന്നോ പറയാതെ മനുഷ്യ സമൂഹത്തിലേക്ക് മുഴുവനും അയക്കപ്പെട്ടവർ. അങ്ങനെയാണ് പരിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പരിചയപ്പെടുത്തുന്നത്. അത് പറഞ്ഞുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വഖഫാ ബില്ലാഹി ഷഹീദാ, സാക്ഷിയായി അല്ലാഹു മതി. എല്ലാ ജനങ്ങളിലേക്കും നിയോഗിച്ചയക്കപ്പെട്ടവരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വേറൊരു ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ. ഓ നബിയെ, ഏതെങ്കിലും ഒരു വിഭാഗത്തിലേക്കോ ഒരു പ്രദേശത്തേക്കോ ഒരു കാലഘട്ടത്തിലേക്കോ അയക്കപ്പെട്ടവരല്ല അവിടുന്ന്. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസ്, സർവ്വജനങ്ങളിലേക്കുമായിട്ടല്ലാതെ അങ്ങയെ നമ്മൾ നിയോഗിച്ചയച്ചിട്ടില്ല. ബശീറൻ വനദീറാ, അവിടുന്ന് സന്തോഷവാർത്ത അറിയിക്കുന്ന വ്യക്തിയായിട്ടാണ് അങ്ങയെ അയക്കപ്പെട്ടത്. വനദീറാ, താക്കീത് ചെയ്യുന്ന ആളായിട്ടാണ് അതോടുകൂടി തന്നെ അങ്ങയെ അയക്കപ്പെട്ടു. അങ്ങനെ സൽക്കർമ്മം ചെയ്യുന്നവർക്കും സത്യവിശ്വാസം ഉൾക്കൊള്ളുന്നവർക്കും നന്മ പ്രവർത്തിക്കുന്നവർക്കും സന്തോഷവാർത്ത അറിയിക്കുന്ന നേതാവ്. അതേസമയം ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നവർക്കും അക്രമങ്ങളും അനീതികളും പ്രവർത്തിക്കുന്നവർക്കും ലോകസത്താവിന്റെ ശിക്ഷ താക്കീത് ചെയ്യുന്ന നേതാവ്. അങ്ങനെ എല്ലാ ജനങ്ങളിലേക്കും സന്തോഷവാർത്ത അറിയിക്കുന്നവരും താക്കീത് ചെയ്യുന്നവരുമായി മാത്രമാണ്, സർവ്വജനങ്ങളിലേക്കുമായിട്ടല്ലാതെ അങ്ങയെ അയച്ചിട്ടില്ല. വലാകിന്ന അക്സറന്നാസി ലാ യഅലമൂൻ, പക്ഷേ ബഹുഭൂരിപക്ഷം ആളുകളും അത് മനസ്സിലാക്കുന്നില്ല. എല്ലാ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട ആളാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് നിയോഗിച്ചയച്ചത്? ലോകത്തിന്റെ സൃഷ്ടാവാണ്. ചിന്തിക്കുന്ന ഏതൊരു മനുഷ്യനും ഈ ലോകത്തിന് സൃഷ്ടാവുണ്ടെന്ന് മനസ്സിലാക്കാൻ പ്രയാസമില്ല. ലോകത്തിൽ കാണുന്ന എല്ലാ ജീവികളും, എല്ലാ സസ്യങ്ങളും, എല്ലാ മത്സ്യങ്ങളും, എല്ലാ മനുഷ്യരും, എല്ലാ മലക്കുകളും, എല്ലാ സൃഷ്ടികളും റബ്ബുൽ ആലമീൻ സർവ്വലോകത്തെയും സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനായ അല്ലാഹുവിന്റെ അടിമകളും അല്ലാഹുവിന്റെ ഉടമസ്ഥതയുടെ കീഴിലുള്ള അവന്റെ സൃഷ്ടികളും മാത്രമാണ്. ആ സൃഷ്ടികളിലേക്ക് അവൻ തെരഞ്ഞെടുത്ത് പറഞ്ഞയച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവ്? നമുക്കറിയാം, പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മെ പഠിപ്പിക്കുന്നു, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. റബ്ബുൽ ആലമീനായ സത്താവായ അല്ലാഹു റഹ്മത്തുൽ ലിൽ ആലമീൻ, സർവ്വലോകത്തിനും അനുഗ്രഹമായി കാരുണ്യമായി മാത്രം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചയച്ചു എന്നാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം സൃഷ്ടാവ് പറഞ്ഞയച്ചിട്ടുള്ള ദൂതര. അത് എല്ലാവരിലേക്കും അയക്കപ്പെട്ട ദൂതര. പൂർവകാലങ്ങളിൽ വന്നതുപോലെ
ഏതെങ്കിലും ഒരു പ്രദേശത്തേക്കോ ഒരു കുടുംബത്തിലേക്കോ ഒരു ഭാഷക്കാരിലേക്കോ ഒരു കാലഘട്ടത്തിലേക്കോ മാത്രം നിയോഗിക്കപ്പെട്ടവർ അല്ല. നിയോഗിക്കപ്പെടുന്നത് ലോകത്തിന്റെ മുഴുവനും സത്താവായ റബ്ബുൽ ആലമീൻ, ആ റബ്ബ് സുബ്ഹാനഹു വ തആല നിയോഗിച്ചിട്ടുള്ളതാണ്. അവൻ നിയോഗിച്ചയച്ചത് റഹ്മത്തൻ ലിൽ ആലമീൻ, സർവ്വലോകത്തുമുള്ള സർവസൃഷ്ടികൾക്കും കാരുണ്യമായും അനുഗ്രഹമായും മാത്രമാണ്. അതുകൊണ്ട് തന്നെ ലോകത്ത് ഏതെല്ലാം സൃഷ്ടികൾ ഉണ്ടോ ആ സൃഷ്ടികളെല്ലാം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുഗ്രഹം കാരുണ്യം അനുഭവിക്കുന്നവരാണ്. എല്ലാ സൃഷ്ടികൾക്കും അനുഗ്രഹമായി സത്താവായ റബ്ബ് നിയോഗിച്ചയച്ച മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സർവ സൃഷ്ടികൾക്കും കാരുണ്യമാകും അനുഗ്രഹമാകും എന്ന് അല്ലാഹു അറിയുന്നത് കൊണ്ട് തന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ സ്ഥാനം നൽകി നിയോഗിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ എല്ലാ സൃഷ്ടികൾക്കും അവിടുന്ന് അനുഗ്രഹമാണ്. വറഹ്മത്തുൽ ലിന്നാസി മുഹ്ദാത്തുൻ ഫയാ വൈലൽ മുആനിദി ഇന്നഹു ലാ യുർഹമൂ. ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹുകൾ ആലപിച്ചപ്പോൾ, സ്തുതികീർത്തനങ്ങൾ പാടിയപ്പോൾ ലക്ഷക്കണക്കിന് ഹദീസ് മനപ്പാഠമാക്കിയ ലോകപ്രശസ്ത പണ്ഡിതൻ, സഹീഹുൽ ബുഖാരിക്ക് ലോകപ്രശസ്തമായ വ്യാഖ്യാനം എഴുതിയ ഇമാം ശൈഖുൽ ഇസ്ലാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി അതുകൊണ്ടാണ് പറഞ്ഞത്, മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാവർക്കും അനുഗ്രഹമാണ്. അനുഗ്രഹം അംഗീകരിക്കാതെ ആര് മർക്കടമുഷ്ടിയുമായി തിരിഞ്ഞു നിൽക്കുന്നുണ്ടോ അവർക്ക് അനുഗ്രഹം ലഭിക്കുകയില്ല. നാലൽ അമാനൽ മുഅ്മിനൂന ബീദാ സുബ്ബത്ത് വഖൂദൻ ബിത്വാത്തി ജഹന്നമൂ. അതേസമയം അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു എങ്ങനെ നിയോഗിച്ചയച്ചിട്ടുണ്ടോ അത് പ്രകാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ വിശ്വസിച്ച് അംഗീകരിച്ച് ഒരു മനുഷ്യൻ ജീവിച്ചാൽ അവന് എവിടെയും നിർഭയമാണ്. ഇവിടെ മാത്രമല്ല, ഇനി ഈ ജീവിതത്തിന് ശേഷം ജഹന്നം ആളിക്കത്തുന്ന സമയത്തും മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു നൽകിയ സ്ഥാനം അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്നവന് അവിടെയും നിർഭയമാണ്. അല്ലാഹു അയ്യദഹു ഫലൈസ ലിൽ ഹവാ ഫീ അംരിഹി ഔ നഹ്യിഹി യതകല്ലമൂ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു ശക്തിപ്പെടുത്തിയിരിക്കുകയാണ്. അല്ലാഹു അവിടത്തേക്ക് സ്ഥാനം നൽകിയിരിക്കുകയാണ്. ഒരിക്കലും തന്നെ ശരീരം ഇച്ഛിക്കുന്നതനുസരിച്ച് സംസാരിക്കുന്ന വ്യക്തിയല്ല മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ നിർദ്ദേശങ്ങളിലാണെങ്കിലും അവിടുന്ന് വിരോധിക്കുന്ന വിഷയങ്ങളിലാണെങ്കിലും എല്ലാം അല്ലാഹുവിങ്കൽ നിന്ന് ലഭിക്കുന്ന ആശയങ്ങൾ മാത്രമാണ് അവിടുന്ന് സംസാരിക്കുന്നത് തന്നെ. വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യു യൂഹാ. പരിശുദ്ധ ഖുർആനിലെ ഈ സൂക്തത്തിന്റെ വിവരണമാണ്, ആശയമാണ് ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നക്ഷത്രം മുൻനിർത്തി സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു, വന്നജ്മി ഇദാ ഹവാ മാ വല്ല സാഹിബുകും വമാ ഗവാ. ഒരിക്കലും തന്നെ നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളുടെ ഭർത്താവ്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പിഴവിലും ഒരിക്കലും ചാടിയിട്ടില്ല, ഒരു പിഴവും ചിന്തിച്ചിട്ടില്ല, ഒരബദ്ധവും സംഭവിച്ചിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അവിടുന്ന് തനിച്ചക്കനുസരിച്ച് സംസാരിക്കുകയില്ല. അവിടുന്ന് ഏത് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും അതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന സന്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ആകയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും വലിയ സ്ഥാനം നൽകി എല്ലാം അവന്റെ പ്രതിനിധി എന്ന നിലയ്ക്ക്, അവൻ നിയോഗിച്ചയച്ച വ്യക്തി എന്ന നിലയ്ക്ക്, എല്ലാ ജനങ്ങളിലേക്കും നിയോഗിക്കപ്പെട്ട വ്യക്തി എന്ന നിലയ്ക്ക് എല്ലാം അവനിൽ നിന്നുള്ളതാണ്. എല്ലാം അവൻ നൽകുന്ന ആശയങ്ങളാണ്, അവൻ നൽകുന്ന ജീവിതമാണ്, അവൻ നൽകുന്ന ബഹുമാനമാണ്, അവൻ പ്രത്യേകമായി നൽകുന്ന സ്ഥാനമാണ്, അവൻ പ്രത്യേകമായി നൽകുന്ന സ്വഭാവമാണ്, അവൻ പ്രത്യേകമായി നൽകുന്ന നടപടികളാണ്. അങ്ങനെ എല്ലാം അല്ലാഹുവിൽ നിന്ന് പ്രത്യേകമായി ലഭിക്കുന്ന ആളാണ്. ഫൽയഹ്ദരിൽ മർഉൽ മുഖാലിഫു അംറഹു മിൻ ഫിത്നത്തിൻ ഔ മിൻ അദാബിൻ യുലിമു. അതുകൊണ്ട് തന്നെ ഓ സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് സംസാരിക്കുമ്പോൾ, അവിടുത്തെ മദ്ഹ് പറയുമ്പോൾ, മഹാനായ ഇബ്നു ഹജർ അസ്ഖലാനി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ പോലുള്ള പ്രഗത്ഭരായ അവർ ശരിക്കും സൂക്ഷിച്ചുകൊള്ളണം. മിൻ ഫിത്നത്തിൻ ഔ മിൻ അദാബിൻ യുലിമു. എന്തെല്ലാം നാശങ്ങളാണ് സംഭവിക്കുന്നത്, ഏതെല്ലാം ശിക്ഷകളാണ് ലഭിക്കുന്നത് എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശങ്ങൾക്ക് വിരുദ്ധമായി ജീവിക്കുന്നവർ എപ്പോഴും ആലോചിക്കേണ്ട കാര്യമാണ്. ഇത് ഇന്നും ഇന്നലെയും അല്ല. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം മഹാന്മാരായ സ്വഹാബത്ത് ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനത്തിൽ സ്വഹാബത്ത് മുതൽ ഇന്ന് വരെയുള്ള സർവ്വ പണ്ഡിതന്മാരും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് പറയുകയും